ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ടേ ഒരുപാട് വെയിലൊക്കെ കൊണ്ട് കേട്ടോ. വണ്ടിയിലൊക്കെയാണ് പോയതും വന്നതും ഒക്കെ, എങ്കിലും ഒരുപാട് ഒരുപാട് വെയിൽ കൊണ്ടു. പക്ഷേ എൻ്റെ ഓയിലിൻ്റെ ഒക്കെ ഗുണം കൊണ്ട് അത്ര ടാൻ അടിച്ചിട്ടൊന്നും ഇല്ല. എങ്കിലും ഞാൻ ഇപ്പോൾ ഈ ഒരു സീസണിൽ സൺസ്ക്രീൻ ലോഷൻ മസ്റ്റായിട്ട് തേക്കും കേട്ടോ. അതുകൊണ്ട് വലിയ ടാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ തേക്കുന്നതൊക്കെ കൊണ്ട് അത്ര പ്രശ്നവും അത്ര കയ്യിലൊന്നും അത്ര ഇതങ്ങോട്ടൊന്നും അറിയില്ല കേട്ടോ. ഒന്ന് ഏറ്റുമാനൂർ പോയി, അവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ളതും കൊണ്ട് ഞാൻ നല്ല ഒരു ടാൻ പോകുന്ന ഒരു ഇത് മുഖത്ത് ചെയ്ത് കാണിക്കാമെന്ന് ഓർത്താ ഇരുന്നതാ. പക്ഷേ എനിക്ക് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് ഒരു ചേച്ചി, അതായത് ഒരു 60നും 56നും ഇടയ്ക്കാണ് കേട്ടോ ചേച്ചിയുടെ പ്രായം. പക്ഷെ എന്നാലും നല്ല പ്രസരിപ്പും നല്ല ഒരു എന്താ പറയുന്നത്, എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഒരുങ്ങിപ്പോണമെന്നും പ്രസൻറ്റബിളായിട്ടിരിക്കണമെന്നും നമ്മൾ ഡള്ളായിരിക്കാതെ നല്ല ഒരു ആക്റ്റീവായിട്ടും നല്ല സ്കിന്നിന് നല്ലൊരു പുതു എനർജി കൊടുത്തും ഒക്കെ എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എവിടെയോ ആരുടെയോ യൂട്യൂബ് പോയി നോക്കി BB ക്രീമിനെ പറ്റി കേട്ടു എന്ന് പറഞ്ഞു. അത് ശുഭയുടെ അഭിപ്രായത്തിൽ BB ക്രീം എന്താണ്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് വേണ്ടി ഒരു സിമ്പിൾ മേക്കപ്പും കൂടെ ഇട്ട് തരാമോ എന്നും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പ്ലീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിനി ഇപ്പം വൈകുന്നേരം ഒന്നും കൂടെ ദേഹം കഴുകുമ്പോൾ ഇച്ചിരി ഓയിലൊക്കെ തേച്ചങ്ങ് കുളിക്കാം. പിന്നെ നാളെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ആ റെമഡി ഞാൻ പറയാം, മുഖത്ത് തേച്ച് കാണിച്ച് ഞാൻ പറയാമെന്ന് കരുതി നമ്മുടെ വീഡിയോ ഇന്നത്തേന് മാറ്റി വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 50 വയസ്സിനൊക്കെ ശേഷം സ്ത്രീകൾക്ക് മെനോപോസിൻ്റെ ഒക്കെ സമയമല്ലേ. അപ്പോൾ ഈസ്ട്രജൻ കുറയുകയും നമ്മുടെ സ്കിന്നിന് റിങ്കിൾസും ചുളിവുകളും റിങ്കിൾസും ഒന്നാണ്, എന്നാലും നമുക്ക് ഡ്രൈ ആകും നമ്മുടെ സ്കിന്ന്. ഈസ്ട്രജൻ കുറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. ഓരോരുത്തരുടെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോരുത്തർ പറഞ്ഞു കേട്ട അനുഭവമുണ്ട്, നമ്മൾ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ചൂട് കൂടും, സ്ത്രീകൾക്കെല്ലാം മെനോപോസ് ടൈം അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈസ്ട്രജൻ കുറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് വരെ കുറയുമെന്നാണ് പറയുന്നത്. സ്കിന്നിൻ്റെ കളർ കുറയും, നമ്മുടെ എല്ലിനും പല്ലിനും എന്ന് വേണ്ട കാൽസ്യം ഒക്കെ കൂടുതൽ കിട്ടേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നും ഒക്കെ നമ്മൾ ഒരുപാട് യൂട്യൂബ് കാണുന്നവർ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഈസ്ട്രജൻ കിട്ടാൻ വേണ്ടിയുള്ള നമുക്ക് അതിനായിട്ടുള്ള ചില ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നല്ല നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ശരീരത്തെ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടും നമ്മൾ അതിനോട് യോജിച്ച് അതിന് വേണ്ടിയ കാര്യങ്ങൾ ഭക്ഷണമായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ ആ ഒരു സമയത്താണ് നമ്മുടെ സ്കിൻ ഏറ്റവും കൂടുതൽ ഡ്രൈ ആകുന്നതും, സ്കിന്നിന് ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നതും, സ്കിൻ അങ്ങ് എപ്പോഴും ഡള്ളായിട്ട് കാണപ്പെടുന്നതും, അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് നല്ല ഒന്നാം തരമായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ ആരും അങ്ങനെ വരല്ലേ, ദയവേത് നമ്മുടെ ഓയിലിൻ്റെ മാത്രമാണ് ഓർഡർ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഒരു നമ്പറിൽ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒത്തിരി പേരൊക്കെ അങ്ങനെ വരുന്നില്ല കേട്ടോ. എന്നാലും എനിക്ക് എല്ലാവരുടെയും മനസ്സറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരാത്തതെന്നും എനിക്കറിയാം. പക്ഷേ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ചേച്ചി എന്താണ് യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കമൻറ്റിന് റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ. എന്താണെന്ന് എനിക്കറിയില്ല. എറർന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുമാണ്, അതെന്താണെന്ന് എനിക്കറിയില്ല. ചില സമയങ്ങളിൽ പോവുകയും ചെയ്യും. നമ്മൾ കുറച്ച് കൂടുതൽ എഴുതുമ്പോൾ അത് പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഒരാൾ മിനൂരെയൊക്കെ നമ്മുടെ ചോദിച്ചേക്കുന്നു, ചേട്ടൻ ഒരു പാൻ്റ് ഇടായിരുന്നു, ഏറ്റുമാനൂരമ്പലത്തിൽ പോയപ്പോൾ ഒരു മുണ്ടുടുക്കായിരുന്നു എന്ന് എന്നോട് പറഞ്ഞില്ലേ. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം കാറിൽ പോകുന്നു, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലം, അങ്ങനെയൊക്കെയുള്ളൊരിത് മനസ്സിലുണ്ട്. പിന്നെ ബാക്കി ഇതുപോലെ ജോലി സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അപ്പോൾ ഇടയ്ക്ക് വന്നത്, അപ്പം ഡ്രസ്സിൽ കൂടിയ ഭാഗവും അവിടെയാണ് ഡ്രസ്സ് ഇരിക്കുന്നത്. പിന്നെ
എന്ന് വെച്ചാൽ നല്ല 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 ഡ്രസ്സ് എന്നും ഇടേണ്ട ഡ്രസ്സുകൾ കുറച്ച് അവിടെ ആയിപ്പോയി. പിന്നെ ഇവിടെ മുണ്ടാണ് ഇവിടെ മുണ്ടെടുക്കുന്നത് അത്ര വലിയ കാര്യമല്ല. ഇങ്ങനെയുള്ള കാക്കിയല്ല കേട്ടോ, കാവി മുണ്ടുകൾ എടുത്ത് മാറ്റി വെക്കുന്നത് അമ്പലത്തിൽ ഉടുക്കാനായിട്ട്. അത് നല്ല നനച്ച് സ്റ്റിഫാൻ ഷൈനൊക്കെ മുക്കി അങ്ങനെ എടുത്ത് വെക്കുന്ന മുണ്ടുകളായി ഉടുക്കുന്നത്. എനിക്കും ഇഷ്ടമില്ല മിനുരേഖ, എന്ത് ചെയ്യാനാ. ഓരോരുത്തർക്ക് ഞാൻ എപ്പോഴും പറയും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല വെള്ളം മുണ്ടുടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയണം. ഇപ്പോൾ ഇതിനെന്നാ കുഴപ്പമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ അവനവൻ്റെ ഇഷ്ടം അവനവൻ ചെയ്യട്ടെ ഞാനങ്ങ് വിചാരിക്കും കേട്ടോ. അപ്പം എനിക്ക് കണ്ടപ്പോഴേ എനിക്കും എൻ്റെ മനസ്സിലെ ഒരിതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയട്ടെ. മോൾക്ക് എന്താണ് ജോലി, മോൾ എന്താണ് പഠിച്ചതെന്നും പറഞ്ഞു ഒത്തിരി പേര് ഇന്നലെ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഇതും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണേ. മോള് റേഡിയോളജിയാണ് പഠിച്ചത്. ഇപ്പം മോൾക്ക് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കോട്ടയത്ത് തന്നെ, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പള്ളിപ്പുറത്താവിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എക്സ്റേ ടെക്നീഷ്യനായിട്ട് അവൾ 20-ാം തീയതി ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കുറേ പേരെ ഇൻ്റർവ്യൂ നടത്തിയിൽ ഒരാളെ സെലക്ട് ചെയ്തതാണ്, എൻ്റെ മോളെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ വിളിച്ചത് ഒരാഴ്ച മുന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ ഇന്നലെ ആയിരുന്നു ഓപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവരുടെ ഇതിനോട് ചേർന്ന് തന്നെ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അത് വലിയൊരു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ദൈവാനുഗ്രഹം, ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്നും പറഞ്ഞാൽ ഒരിത് കൂടുതൽ എന്താ ശുഭമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിലങ്ങ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫസ്റ്റ് തന്നെ ഈ BB ക്രീം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, BB ക്രീം എന്താണ്, BB ക്രീം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ആ ചേച്ചി ചോദിച്ചിട്ട്. ചേച്ചി എവിടെയോ കണ്ടതെന്നാണ് പറയുന്നത്, ഇവിടെ ഇതുപോലുള്ള വീഡിയോയിൽ തന്നെ കണ്ട. അപ്പോൾ ശുഭേ അങ്ങ് വിശ്വാസമാണ്, ശുഭേ അങ്ങ് പറയാമോ എന്നൊക്കെ ചോദിച്ചാണ് ചേച്ചി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും പോകാനായിട്ട്, അപ്പം ഇതിൻ്റെ മുന്നേ ഉള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈസ്ട്രേൻ്റെ കുറവ്, നമുക്ക് മെനോപോസ് ടൈമാണ്, നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി വരണ്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ സ്കിന്നിലെ ചെറിയ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 56-നും 60-നും ഇടയ്ക്കെന്നാ പ്രായമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ആ ഒരു പീരിയഡ്സ്, ആ ഒരു കാലയളവിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെറിയ സിമ്പിൾ മേക്കപ്പ്, നമ്മൾ എങ്ങോട്ടേലും ഇറങ്ങി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ 10 ആൾ കൂടുന്നിടത്തോട്ട് പോകുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ മേക്കപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ BB ക്രീം എടുത്തതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. BB ക്രീം എന്ന് വെച്ചാൽ ബ്യൂട്ടി ബ്ലെമിഷ് എന്നാണ് അതിൻ്റെ ഒരു അതാണ് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ BB ക്രീം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൺസീലർ, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൺസീലർ ഇടത്തില്ലേ, കൺസീലർ എന്ന് വെച്ചാൽ തന്നെ കൺസീൽ ചെയ്യുന്നു പോകുന്നത്, അതായത് കുത്തും കറുത്തപാടും അതൊക്കെ മറയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ BB ക്രീമിൻ്റെ ഒരു BB ക്രീം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഒന്ന് തയ്യാറായി, നമുക്കും വേണ്ടേ മേക്കപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ നല്ല പ്രായത്തിലൊക്കെ മക്കൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പം റിട്ടയർഡ് ജീവിതം നയിക്കുമ്പോഴാണ് ഇനിയെങ്കിലും ഒന്ന് ഒരുങ്ങി, ഒരു അമ്പലത്തിലോട്ടാണെങ്കിലും ഒന്ന് ഒരുങ്ങി നന്നായിട്ട്, വലിയ മേക്കപ്പൊന്നും ഇല്ലാതെ, വലിയ ഫൗണ്ടേഷനും കൺസീലറും അടിച്ചു വാരി തേക്കാതെ, വലിയ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ, മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അടിച്ചു വാരി തേക്കാതെ ഒരു സിമ്പിൾ മേക്കപ്പ് ഈ BB ക്രീമിലെല്ലാം ഉൾപ്പെടും. അതായത് ഒരു 55 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ലോഷൻ അത് മസ്റ്റാകട്ടോ. അതിട്ടില്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു വേണം ഈ ഒരു സമയത്ത്, അതായത് ഈ വെയിലിൻ്റെ ഈ ഒരു ടൈമിൽ മോയ്സ്ചറൈസർ ഇടുന്നതിനോടൊപ്പം തന്നെ സൺസ്ക്രീൻ ലോഷനും മസ്റ്റായിട്ടിടണം. ഞാൻ നല്ലൊരു മോയ്സ്ചറൈസറിൻ്റെയും ഈ 55 വയസ്സിന് ശേഷം ഇടാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ്റെയും ഒക്കെ ഞാൻ ലിങ്ക് ഇവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര പൊടിയാകട്ടോ, റോഡേ വണ്ടി പോകുന്നിട്ട് ഇവിടം വരെ മേള് വരെ പൊങ്ങി വരും ആ പൊടി. എന്ത് ചെയ്യാനല്ലേ, എന്തോ ഒരു പൊടിയല്ലേ. അപ്പോൾ അങ്ങനെ അത് രണ്ടും അപ്ലൈ ചെയ്തു. ഇത് രണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ ഒരു നേരെ ഒരു ഫൗണ്ടേഷൻ, ഇതൊന്നും അറിയില്ല, മേക്കപ്പിനെ പറ്റി ഒന്നും അറിയാൻ മേലാത്ത ഒരാൾ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ വാരി തേച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ 55-60 വയസ്സിനിടയ്ക്കൊക്കെ കണ്ണിൻ്റെ താഴെയൊക്കെ ഫൈൻ ലൈൻസും ചുണ്ടിന് ചുറ്റും ഇങ്ങനെ വരകളും
ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരാവുന്നതാണ്, സാധാരണമായ കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കും. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നോക്കിയാൽ നമ്മുടെ സ്കിന്ന് നല്ല കളർ വന്നും ഗ്ലോ ആയും ഒക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ചുളിവുകളൊന്നും വരാതെ. ഈ നെറ്റിയിലൊക്കെ വര കാണത്തില്ല ചിലരുടെ, അതൊക്കെ വെറുതെ മുഖമൊന്നും ശ്രദ്ധിക്കാതെ കുറേ പൗഡറും കുറേ സോപ്പും ഒക്കെ വാരി തേക്കുന്നവരുടെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അവരാരും ഇതൊന്നും അറിയുന്നില്ല. അവരവരുടെ ആ ജീവിതചര്യ അതുപോലെ അങ്ങ് ജീവിച്ചു പോവുക. പക്ഷേ ഇപ്പോഴിപ്പോഴല്ലേ ഓരോരുത്തരും മേക്കപ്പിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതും. യൂട്യൂബ് വഴിയാണെങ്കിലും ഒക്കെ ഒരുപാട് ജനങ്ങളിലേക്ക്, ഒന്നും അറിയാൻ പാടില്ലാത്ത ജനങ്ങളിലോട്ട് പോലും ഇത് എത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ചേച്ചി എൻ്റെ അടുത്ത് ശുഭയെ BB ക്രീമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തു, ആദ്യമേ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്തു. എന്തൊക്കെയാ, മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തതിന് ശേഷമാണ് BB ക്രീം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇടുന്നവരുണ്ട്, കൺസീലർ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ പോകും. അപ്പോൾ ആ രണ്ടും ഒഴിവാക്കി നമുക്ക് ഇവിടെ ഇടാൻ പറ്റിയതാണ് 55-ന് ശേഷം. 50 വയസ്സിന് ശേഷം നമുക്കിടാം കേട്ടോ. എന്ത്, BB ക്രീം എന്ന് പറയുന്ന ഈ ഒരു ക്രീം മുഖത്ത് നല്ലതായിട്ട് ഡോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇടുവാണെങ്കിൽ നല്ല മുഖത്തിന് നല്ലൊരു വെട്ടം, നല്ലൊരു വെളിച്ചം കിട്ടും നമ്മുടെ മുഖത്തിന്. നമ്മുടെ ഇടുമ്പം തന്നെ നമ്മുടെ സ്കിന്നൊന്ന് നല്ല സൂപ്പറാകും. അത് ഇടുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ആ BB ക്രീം ഏതാണ് നല്ലൊരു BB ക്രീമെന്നും ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കയ്യിലില്ലാത്തവർ വാങ്ങിച്ച് തേക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഖത്തിട്ടാൽ നല്ല ജെൽ പരുവത്തിലാകും. അതായത് നമ്മുടെ കണ്ണിനടിയിലുള്ള ചുളിവുകൾ, ചുണ്ടിന് ചുറ്റുമുള്ള ചുളിവുകൾ, ഈ ചുളിവുകളിൽ ഈ വരകളിലേക്കൊക്കെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വരകളിലൊക്കെ കയറി പിടിച്ച് മുഖത്തൊരു എന്താ പറയുന്നത്, മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ ഡാൻസിനൊക്കെ പുട്ടിയിട്ടേക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് നമുക്ക് വരും. അപ്പോൾ നമുക്കൊരു 55 വയസ്സായില്ലേ, നമ്മൾ എന്നും വെച്ചുകൊണ്ട് പ്രായം കൂടിപ്പോയി നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല, ഫൗണ്ടേഷനൊന്നും കൺസീലറൊന്നും ഇടാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് BB ക്രീം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ക്രീമാണ് CC ക്രീമും. BB ക്രീമിൻ്റെ കാര്യമാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ BB ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ജെൽ പരുവത്തിൽ എല്ലാ സ്ഥലത്തും ഈവനായിട്ട് നല്ല ഗ്ലോ ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ അങ്ങായിട്ട് ഈ വരകളിലും ഈ കണ്ണിനടിയിലത്തെ വരകളിൽ, ഇവിടെയുള്ള വരകളിൽ, ചുണ്ടിന് താഴെയുള്ള വരകളിൽ, ചുളിവുകളിൽ ഒന്നും കയറി പിടിക്കാതെ നല്ല നോർമലായിട്ട് ഗ്ലോ ഉള്ളൊരു സ്കിന്നായി പെട്ടെന്ന് മാറും. കുറച്ചൊരു കളറും തോന്നിക്കും നമുക്ക്. അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഐബ്രോ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് വരച്ച് വെക്കുമല്ല നല്ലത്. ബ്ലാക്കിനെക്കാട്ടിലും എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രൗൺ ആണ് കേട്ടോ. ബ്രൗൺ ആകുമ്പോഴത്തേനും, അതായത് ഒരു 55 വയസ്സിന് ശേഷം ബ്രൗൺ ആകുമ്പോൾ ഇങ്ങനെ വരച്ച്, ചിലർ കാണത്തില്ലേ മുടിയെ ഡൈ അടിച്ച് കറപ്പിച്ച് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത്, ഇതൊരു വൃത്തികേടാ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഐബ്രോസ് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം. എൻ്റെ ഐബ്രോസ് എടുക്കാറായി, പോകാൻ സമയം കിട്ടുന്നില്ല കൂട്ടുകാരെ. എനിക്ക് തന്നെ എടുത്താൽ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എടുക്കാൻ താമസിക്കുന്നത്. കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ വന്നിച്ച് പറയും, ശുഭ ത്രെഡ് ചെയ്യുക കേട്ടോ, ത്രെഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. എല്ലാം എനിക്കറിയാം. അപ്പോൾ നമ്മൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ നടുക്കുന്ന് വേണം കേട്ടോ ഐബ്രോസ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ ബാക്കി അങ്ങനെ നമ്മൾ BB ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ഇപ്പം എടുക്കുന്നവരാണെങ്കിൽ പോയി എടുക്കാം, നമ്മൾ വേദനയൊന്നും അറിയാതെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഒരു ഭംഗി കാണും. പിന്നെ നമ്മൾ എടുക്കേണ്ടത് കാജലാണ് കേട്ടോ. നല്ലൊരു കാജൽ, വലിയ വിലയുടെ ഒന്നും അല്ലാത്തൊരു കാജൽ വാങ്ങിച്ച് കണ്ണിൻ്റെ അകത്തൂടെ ഒന്ന് എഴുതി കൊടുക്കുക. ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ കണ്ണിനൊരു ചെറിയ കുഴിവും, കണ്ണിന് ചുറ്റും കറുപ്പും, കണ്ണിന് ചുറ്റും റിങ്കിൾസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ കണ്ണ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ അകത്തൂടെ ഒരു കാജൽ എഴുതി കൊടുക്കുക. ഐലൈനറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കണ്ണിൻ്റെ പുറത്തൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ കണ്ണിന് നല്ല ഒരു വിടർന്നിരിക്കുന്നതായിട്ട് കണ്ണ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ണു എഴുതി ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുത്തു, BB ക്രീമും മുഖത്തിട്ടു. ഇനി നമുക്ക് എന്താ വേണ്ടത്,
ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണോ നിങ്ങൾ? ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. അതല്ല, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ലാത്തവരാണെങ്കിൽ ഒരു ലിപ് ബാം മേടിച്ച് വെക്കുക. വലിയ വിലയുടെ ഒന്നുമല്ല, സാധാ ഒരു ലിപ് ബാം വാങ്ങിച്ച് വെച്ചിട്ട് നമ്മുടെ ചുണ്ടയിൽ ഇതാ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് നല്ല നനുനനുപ്പും ആ ഡ്രൈനെസ് എല്ലാം മാറി, ആ വരകളൊക്കെ മാറി, ഇച്ചിരി അത് ചുണ്ടയിലും കൂടെ ഇരിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം, വേണമെങ്കിൽ കേട്ടോ. കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുക, അവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യുക മേക്കപ്പ്. പിന്നെ മുടി നല്ല സ്റ്റൈലിലൊന്ന് അഴിച്ചിടുവോ കെട്ടി വയ്ക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നല്ലൊരു സാരി ആണെങ്കിൽ നല്ലൊരു സാരി ഉടുക്കുക, ചുരിദാറാണെങ്കിൽ നല്ലൊരു ചുരിദാർ ഇടുക എന്നും വെച്ചുകൊണ്ട് തീരല്ല അയ്യോ എനിക്ക് 56 വയസ്സായി, എനിക്ക് 60 വയസ്സായി, ഇനി ആ ലൈറ്റ് കളറൊക്കെ യൂസ് ചെയ്യാവൂ, അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. നല്ല ഡാർക്ക് കളർ ഇഷ്ടമാണെങ്കിൽ ഡാർക്ക് കളർ യൂസ് ചെയ്യാം. മറ്റുള്ളവരെന്തു പറയും അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ വേണ്ട കേട്ടോ. നമ്മൾക്ക് എന്താണോ ഇഷ്ടം, നമ്മളെന്താണോ ചെയ്യുന്നത്, അത് നമ്മുടെ ഇഷ്ടം. ഈ ഒരു പോളിസി എന്നും മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.